ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ നമഃ. ഓം ഗും ഗുരുഭ്യോ നമഃ. ഓം ശ്രീ മഹാദേവ്യേ നമഃ. ഓം ശ്രീ ജഗദംബികായേ നമഃ. ശാക്തേയ ഭക്തരായിട്ടുള്ള എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ നമസ്കാരം അർപ്പിച്ചുകൊണ്ട് നമുക്ക് ഇന്നത്തെ സത്സംഗത്തിലേക്ക് കടക്കാം. ഇനി നമുക്ക് 15 മുതൽക്കുള്ള ശ്ലോകങ്ങളാണ് നോക്കുവാനുള്ളത്. 15 ശ്ലോകം. ചിച്ഛേദാപതതസ്തസ്യ മുദ്ഗരം നിശിതൈശ്വരൈ തഥാപി സോഭ്യധാവത്താം മുഷ്ടിമുദ്യമ്യ വേഗവാൻ. ചിച്ഛേദാപതതസ്യ, അതായത് തസ്യ എന്ന് പറഞ്ഞാൽ ആ ചിച്ഛേദ പതത അപതത, തൻ്റെ ആ നേർക്ക് ദേവി അങ്ങനെ തൻ്റെ നേർക്ക് പാഞ്ഞു വന്നുകൊണ്ടിരിക്കുകയാണ്. ശുംഭൻ്റെ ഈ കയ്യിലുണ്ടായിരുന്ന അവസാനത്തെ ഒരു ആയുധം, അതെന്താണ്? മുദ്ഗരം എന്ന് പറയുന്നത്. മുദ്ഗരം നിശിതൈശ്വരേ, മുദ്ഗരം എന്ന് പറയുന്ന ആയുധത്തെയും ശുംഭൻ അവസാനം ദേവിയുടെ നേർക്ക് പ്രയോഗിച്ചു. അങ്ങനെ പാഞ്ഞു വരുന്ന ആ മുദ്ഗരം എന്ന ആയുധത്തെ ദേവി എന്ത് ചെയ്യും? നിശിതൈശ്വരൈ ചിച്ഛേദ, ദേവി നിമിഷ നേരം കൊണ്ട് തന്നെ തൻ്റെ ശരങ്ങൾ കൊണ്ട് ചിച്ഛേദ, മുറിച്ചു കളഞ്ഞുവല്ലോ. അത് ഇത്രയും ആയപ്പോൾ ശുംഭന് എല്ലാ നിയന്ത്രണവും തൻ്റെ മുകളിലുള്ളത് വിട്ടുപോയി. അതായത് തൻ്റെ എല്ലാ ആയുധവും പോയി, സൈന്യവും പോയി, എല്ലാം നഷ്ടപ്പെട്ടു. തനിക്കിനിയും നേരിടണമെങ്കിൽ തൻ്റെ തന്നെ ദേഹം മാത്രമേ തനിക്കുള്ളൂ തൻ്റെ കൂടെ എന്ന് മനസ്സിലാക്കിയപ്പോൾ തഥാപി സോഭ്യധാവത്താം മുഷ്ടിം ഉദ്യമ്യ വേഗവാൻ. ദേവി എന്ത് ചെയ്തു? തഥാപി, ആ സമയത്ത് അവൻ എന്ത് ചെയ്തു? വിട്ടുകൊടുത്തില്ല. അപ്പോഴും സഹ അഭ്യധാവത്താം, ദേവിയെ കൊല്ലുന്നതിനായിക്കൊണ്ട്, ദേവിയെ ഉപദ്രവിക്കുന്നതിനായിക്കൊണ്ട്, ആക്രമിക്കുന്നതിനായിക്കൊണ്ട് മുഷ്ടിം ഉദ്യമ്യ വേഗവാൻ, തൻ്റെ മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേർക്കവന് പാഞ്ഞെടുത്തു. ഇനി അടുത്തത് 16 ശ്ലോകമാണ്. സമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുംഗവ ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയത്. സമുഷ്ടിം പാതയാമാസ ഹൃദയേ ദൈത്യപുംഗവ. അസുരന്മാരുടെ രാജാവായിട്ടുള്ള ആ ശുംഭൻ ദേവിയുടെ ഹൃദയെ, മാറിടത്തിൽ തന്നെ മുഷ്ടിം പാതയാമാസ, കൈ ചുരുട്ടിപ്പിടിച്ച് ഇടിച്ചു. ആ സമയത്ത് ദേവ്യാസ്തം ചാപി സാ ദേവി തലേനോരസ്യ താടയത്, ദേവി തൻ്റെ കൈത്തലം കൊണ്ട്, ദേവിയും വിട്ടുകൊടുത്തില്ല, ദേവിയുടെ മാറിടത്തിൽ കൈ ചുരുട്ടിപ്പിടിച്ച് പ്രഹരിച്ചപ്പോൾ ദേവി തൻ്റെ കൈത്തലം കൊണ്ട് ശുംഭൻ്റെ ദേവ്യാത്തം ച അപി സാ ദേവി തലേനോരസ്യ താടയത്, ശുംഭൻ്റെ മാറിലും ദേവി തിരികെ പ്രഹരിച്ചു. തൻ്റെ കൈത്തലം അങ്ങനെ ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് തലേനോരസ്യ താടയത്, ദേവിയും തിരിച്ച് അതേപോലെ തന്നെ ശുംഭനെ പ്രഹരിച്ചു. ഇനി അടുത്തത് 17 ശ്ലോകമാണ്. തല പ്രഹാരാഭിഹതോ മൂർച്ഛിതോ നിപപാദഃ സ ദൈത്യരാജ സഹസാ പുനരേവ തഥോത്ഥിതഃ. തല പ്രഹാരാഭിഹതോ നിപപാദമഹീതലേ. തലപ്രഹാര അഭിഹതഃ, ദേവിയുടെ ആ ഒരു കരതലം കൊണ്ടുള്ള, മുഷ്ടി ചുരുട്ടിക്കൊണ്ടുള്ള ആ പ്രഹരത്തിൽ മൂർച്ഛിതോ നിപപാതഃ, ആ ദൈത്യാസുരൻ
ശുംഭൻ എന്ന ദൈത്യൻ, ആ അസുരൻ, നിപപാത മൂർച്ഛിതനായിട്ട് മോഹാലസ്യപ്പെട്ട് ഭൂമിയിൽ വീണു. സ ദൈത്യരാജ സഹസാ പുനരേവ തഥോത്ഥിത. സ ദൈത്യരാജ, ആ അസുര രാജാവായിട്ടുള്ള അവൻ, സഹസ ഉടനെ തന്നെ, പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. പുനരേവ തഥോത്ഥിത, വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേൽക്കുകയും ചെയ്തു. കാരണം എന്താ? അവിടെ താൻ വീണു കഴിഞ്ഞാൽ ഇനിയും തൻ്റെ മരണം ഉറപ്പാണ്, വിട്ടുകൊടുക്കാൻ പാടില്ല. തൻ്റെ പ്രാണന് തുല്യമായിട്ടുള്ള ജ്യേഷ്ഠനെയും തൻ്റെ സൈന്യങ്ങളെയും ഒക്കെ ഇല്ലാതെയാക്കിയ ദേവിയെ ഈ സ്ത്രീ, ഈ പെണ്ണിൻ്റെ മുൻപിൽ തോറ്റുപോകുവാൻ പാടില്ല എന്ന് കരുതി വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു. ഇനി അടുത്തത് 18ാമത്തെ ശ്ലോകമാണ്. ഉത്പത്യ ച പ്രഗൃഹ്യോച്ചേർദേവീം ഗഗനമാസ്ഥിത തത്രാപി സാ നിരാധാര യുയുധേ തേന ചണ്ഡിന. ഉത്പത്യ സ പ്രഗൃഹ്യോച്ചൈർദേവീം ഗഗനമാസ്ഥിത. അങ്ങനെ അവിടുന്ന് ചാടി എഴുന്നേറ്റിട്ട് എന്ത് ചെയ്തു? പ്രഗ്രഹ്യ ഉച്ചൈർദേവീം ഗഗനമാസ്ഥിത, ആകാശമാർഗത്തേക്ക്, അതായത് ദേവിയെ അങ്ങനെ കയ്യിൽ, അവിടെ നിന്നും എഴുന്നേറ്റ് വന്ന ആ ശുംഭൻ എന്ന് പറയുന്ന അസുരൻ പ്രഗ്രഹ്യ ദേവിയെ തൻ്റെ കയ്യിൽ അങ്ങോട്ട് എടുത്തുകൊണ്ട്, താങ്ങിയെടുത്തിട്ട് പൊക്കിയെടുത്തുകൊണ്ട് ദേവിയെയും കൊണ്ട് ഉച്ചൈർ ഗഗനമാസ്ഥിത, ഉയർന്നുപോയി ആകാശമാർഗത്തേക്ക് പോവുകയും ചെയ്തു. അവിടെ ആകട്ടെ തത്രാപി സ നിരാധാര യുയുധേതേന ചണ്ഡിക. തത്രാപി സ നിരാധാര, അവിടെ ദേവി നിരാധാരയായിട്ടായിരുന്നുവെങ്കിലും, അതായത് ദേവിക്ക് ആകാശത്ത് നിൽക്കുമ്പോൾ, ഇപ്പോൾ ഭൂമിയിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത് പോലെയല്ല ആകാശത്തിൽ നിന്നുകൊണ്ട് യുദ്ധം ചെയ്യുന്നത്. അവിടെ ഭൂമി എന്നൊരു ആധാരം ദേവിക്ക്, അതിൻ്റെ ആവശ്യമില്ല. ദേവി എല്ലായിടവും നിറഞ്ഞു നിൽക്കുന്നവളാണ്, അല്ലേ? പറഞ്ഞില്ലേ, ഞാൻ മാത്രമേ ഉള്ളൂ ഇവിടെ. അങ്ങനെയാണെങ്കിൽ ഭൂമിയെന്നോ ആകാശമെന്നോ ഭേദമില്ലാത്ത ദേവി എന്ത് ചെയ്തു? യുയുധേതേന ചണ്ഡിക, ആ ചണ്ഡികാദേവി അവിടെ വെച്ചും ആകാശത്ത് വെച്ചിട്ടും ഈ ശുംഭാസുരനോട് യുദ്ധം ചെയ്തു. ഇനി അടുത്തത് 19ാമത്തെ ശ്ലോകമാണ്. നിയുദ്ധം ഖേ തദാ ദൈത്യശ്ചണ്ഡികാ ച പരസ്പരം ചക്രതുഃ പ്രഥമം യുദ്ധം മുനിവിസ്മയകാരകം. നിയുദ്ധം ഖേ തദാ ദൈത്യശ്ചണ്ഡികാ ച പരസ്പരം, ആ ദൈത്യശ്ചണ്ഡിക ച പരസ്പരം, ഭഗവതിയും ശുംഭാസുരനും തമ്മിൽ പരസ്പരം നിയുദ്ധം ഖേ തദാ, അപ്പോൾ അവിടെ വെച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നു. ചക്രതു പരമക്രുദ്ധവും എന്ന് പറഞ്ഞാൽ രണ്ടുപേരും കോപിഷ്ഠരായിരുന്നു. അങ്ങനെ കോപിഷ്ഠരായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും അതിക്രുദ്ധരായിട്ട് യുദ്ധം ചെയ്യുന്നത് കണ്ടത് അതിവിസ്മയകാരകം. എല്ലാവർക്കും, അത് എവിടെ വെച്ച്? ആകാശമാർഗത്തിൽ വെച്ച് ഇങ്ങനെ അതിക്രുദ്ധവരായിട്ട് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ തന്നെയും അതിവിസ്മയകാരകം, വളരെയേറെ അത്യാശ്ചര്യമുണ്ടാക്കി. ഇനി 20ാമത്തെ ശ്ലോകമാണ്. തതോ നിയുദ്ധം സുചിരം കൃത്വാ തേനാംബികാ സഹ ഉത്പാട്യ ഭ്രാമയാമാസ ചിക്ഷേപ ധരണീതലേ. തതോ നിയുദ്ധം സുചിരം കൃത്വാ തേന അംബികാസഹ ദേവിയോട് കൂടിയിട്ട് നിയുദ്ധം സുചിരം കൃത്വാ, സുചിരം കുറച്ച് സമയം, നിയുദ്ധം കൃത്വ കുറച്ച് സമയം യുദ്ധമൊക്കെ ദേവിയോട് കൂടി ഇന്ന് ചെയ്തു കഴിഞ്ഞപ്പോൾ ദേവി എന്ത് ചെയ്തു? ഉത്പാട്യ ഭ്രാമയാമാസ ചിക്ഷേപ ധരണീതലേ. ഉത്പാട്യ പൊക്കി അങ്ങോട്ട് എടുത്തു, എന്നിട്ട് ഭ്രാമയാമാസ തൻ്റെ തലയ്ക്ക് മീതെ വെച്ച് നല്ലപോലെ ഒന്ന് ചുഴറ്റി, എന്നിട്ട് ചിക്ഷേപ ധരണീതലേ ഭൂമിയിലേക്ക് എറിയുകയും ചെയ്തു. ആരെ? ആ ശുംഭൻ എന്ന അസുരനെ. അപ്പോൾ ആകാശത്ത് വെച്ച് ഇവിടെ നിന്നും ദേവിയെ പൊക്കിക്കൊണ്ട് ആകാശമാർഗത്തിലേക്ക് എത്തിയെങ്കിലും അവിടെ വെച്ചും യുദ്ധം ചെയ്തിട്ട് ദേവി
ദേവിക്ക് പ്രത്യേകിച്ചൊരു ആധാരം ആവശ്യമില്ലാത്തതാണ്. അതുകൊണ്ട് തന്നെ നിരാധാരയായ ദേവി ആകാശമാർഗത്തിലും യുദ്ധം ചെയ്തു. ആ ഘോരമായ യുദ്ധത്തിനിടയിൽ ദേവി തന്നെ പൊക്കിക്കൊണ്ടുവന്ന ശുംഭനെ പൊക്കിയെടുത്ത് തൻ്റെ തലയ്ക്ക് മുകളിൽ ഒന്ന് ചുഴറ്റിയിട്ട് നേരെ ഭൂമിയിലേക്ക് എറിയുകയും ചെയ്തു. ഇനി അടുത്തത് 21-ാമത്തെ ശ്ലോകമാണ്. സ ക്ഷിപ്തോ ധരണീം പ്രാപ്യ മുഷ്ടിമുദ്യമ്യ വേഗവാൻ അഭ്യധാവത ദുഷ്ടാത്മാ ചണ്ഡികാ നിധനേച്ഛയാ. സ ക്ഷിപ്തോ ധരണീം പ്രാപ്യ, അങ്ങനെ ദേവിയാൽ അങ്ങനെ ഭൂമിയിലേക്ക് എറിയപ്പെട്ട ധരണീം പ്രാപ്യ, ഭൂമിയിൽ വന്ന് പതിച്ചു കഴിഞ്ഞു ഇപ്പോൾ ശുംഭൻ. മുഷ്ടിം ഉദ്യമ്യ വേഗവാൻ, അവിടെ നിന്നും ചാടി എഴുന്നേറ്റിട്ട് വളരെ കോപത്തോടുകൂടി അഭ്യധാവത ദുഷ്ടാത്മാ, ദേവിയെ കൊല്ലണമെന്ന ആഗ്രഹത്തോടുകൂടി ആ ദുഷ്ടാത്മാവായിട്ടുള്ള ശുംഭാസുരൻ ചണ്ഡികാ നിധനേച്ഛയ, എന്താ ഉദ്ദേശ്യം? ചണ്ഡികാദേവിയെ കൊല്ലണം. അതിനു വേണ്ടിയിട്ട് മുഷ്ടിം ഉദ്യമ്യ വേഗവാൻ, വളരെ പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റ് മുഷ്ടി ചുരുട്ടിപ്പിടിച്ചുകൊണ്ട് ദേവിയുടെ നേരെ അഭ്യധാവത, ചാടി വീണു. അതായത് ഭൂമിയിൽ പതിച്ചിട്ടും ആ ശുംഭാസുരൻ്റെ വീര്യം വലുതായി കുറഞ്ഞില്ല എന്ന് വേണം കരുതാൻ. അവിടെ നിന്നും ചാടി എഴുന്നേറ്റ് തന്നെ ആക്രമിച്ച ആ ചാമുണ്ടാദേവിയെ ചണ്ഡികാദേവിയെ, അല്ലെങ്കിൽ ചാമുണ്ടാദേവിയെ, രണ്ടും ഒന്ന് തന്നെയാണ്, ദേവിയുടെ തന്നെ സ്വരൂപമാണ്. അപ്പോൾ ആ ചണ്ഡികാദേവിയെ കൊല്ലണമെന്ന അതിയായ ആഗ്രഹത്തോടും കോപത്തോടും കൂടിയിട്ട് മുഷ്ടി ചുരുട്ടിക്കൊണ്ട് ദേവിയുടെ നേരെ ചാടിച്ചെന്നു. ഇനി അടുത്തത് 22-ാമത്തെ ശ്ലോകമാണ്. തമായാന്തം തതോ ദേവി സർവദൈത്യജനേശ്വരം ജഗത്യാം പാതയാമാസ ഭിത്വാ ശൂലേന വക്ഷസി. തമായാന്തം തതോ ദേവി, തം ആയാന്തം, തൻ്റെ നേരെ അങ്ങനെ വരുന്നതായിട്ടുള്ള, തതഹ ദേവി, അതായത് അനന്തരം ദേവി ഇങ്ങനെ തൻ്റെ നേരെ പാഞ്ഞു വരുന്നതായിട്ടുള്ള സർവദൈത്യജനേശ്വരം, ആ താൻ ഭൂമിയിലേക്ക് എടുത്തെറിഞ്ഞ ആ ദൈത്യാസുരൻ തൻ്റെ നേരെ, സർവദൈത്യജനേശ്വരം, അസുരന്മാരുടെ രാജാവായിട്ടുള്ള ആ ശുംഭൻ തൻ്റെ നേരെ വരുന്നത് കണ്ടിട്ട് ജഗത്യാം പാതയാമാസ, യാതൊരു ശുംഭനെയാണോ താൻ ഭൂമിയിലേക്ക് വലിച്ചെറിഞ്ഞത്, ആ ശുംഭാസുരൻ തൻ്റെ നേരെ പാഞ്ഞെടുത്ത് വരുന്നത് കണ്ട് ഭിത്വാ ശൂലേന വക്ഷസി, ദേവി എന്ത് ചെയ്തു? ശൂലേന, തൻ്റെ ശൂലം കണ്ട്, ഭിത്വാ വക്ഷസി, അവൻ്റെ നെഞ്ചിൽ, ഭിത്വാ, കുത്തിയിറക്കിയിട്ട് ഭൂമിയിൽ വീഴ്ത്തി. നോക്കൂ, ഭൂമിയിൽ പതിച്ച ശുംഭൻ തൻ്റെ നേരെ അവിടെ നിന്നും പാഞ്ഞ് വീണ്ടും വരികയാണ് മുഷ്ടി ചുരുട്ടിക്കൊണ്ട്. ആ പൊങ്ങി വന്ന ശുംഭാസുരനെ തൻ്റെ ശൂലത്താൽ കുത്തിയിറക്കിയിട്ട് ഭൂമിയിൽ തന്നെ ദേവി തിരികെ വീഴ്ത്തുകയും ചെയ്തു. ഇനി അടുത്തത് 23-ാമത്തെ ശ്ലോകമാണ്. സ ഗതാസുഃ പപാതോർവ്യാം ദേവി ശൂലാഗ്രവിക്ഷത ചാലയൻ സകലാം പൃഥ്വീം സാബ്ധിദ്വീപാം സപർവതാം. സ ഗതാസുഃ പപാതോർവ്യാം, ആ ദേവിയുടെ ശൂലം കൊണ്ടുള്ള കുത്തേറ്റിട്ട് പപാത ഉർവ്യാം, ഭൂമിയിൽ മരിച്ചു വീണതായിട്ടുള്ള ആ ശുംഭൻ ദേവി ശൂലാഗ്രവിക്ഷതഃ, ദേവിയുടെ ശൂലം കൊണ്ടുള്ള ശൂലാഗ്രം, ആ ശൂലത്തിൻ്റെ അറ്റം വന്ന് ഹൃദയത്തിൽ തറച്ച് ഹൃദയം പിളർന്ന ആ ശുംഭൻ അങ്ങനെ ഭൂമിയിൽ പപാത ഉർവ്യാം മരിച്ചു വീണു. ചാലയൻ സകലാം പൃഥ്വീം സ അബ്ധി ദ്വീപാം സ പർവതാം. ചാലയൻ സകലാം പൃഥ്വീം, ആ മരണസമയത്ത്, ശുംഭൻ്റെ സമയത്തുണ്ടായതായ എല്ലാ വികാരങ്ങളും, പൃഥ്വീം സകലാം പൃഥ്വീം, ഈ ഭൂമി മുഴുവനും, എല്ലാ ഭൂമിയെയും എല്ലാ ലോകങ്ങളെയും, സ അബ്ധി ദ്വീപാം, ഈ
പൃഥ്വിയിലുള്ള ഭൂമിയിലുള്ള അബ്ധി സാഗരങ്ങളെയും ദ്വീപിനെയും അതേപോലെ പർവ്വതങ്ങളെയും ഒക്കെയും വിറപ്പിച്ചു. ചാലയൻ എന്ന് പറഞ്ഞാൽ ചലിപ്പിച്ചു. അവയിലൊക്കെ ആ ശുംഭൻ മരിച്ചു വീണപ്പോൾ ഉണ്ടായ പ്രകമ്പനം ഈ ഭൂമി മുഴുവൻ എല്ലാ ലോകങ്ങളിലും അതങ്ങനെ പ്രകമ്പനം കൊണ്ടു. തന്നെയല്ല ഭൂമിയിലുള്ള പർവ്വതങ്ങൾ, നദികൾ, അതേപോലെ തന്നെ സാഗരങ്ങൾ, ഇവയിലൊക്കെ അതിൻ്റെ മാറ്റൊലി പ്രതിധ്വനിച്ചു. ഇനി അടുത്തത് 24-ാമത്തെ ശ്ലോകമാണ്. തതഃ പ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി ജഗത് സ്വാസ്ഥ്യമതീവാപ നിർമ്മലം ചാഭവന്നഭഃ. തതഃ പ്രസന്നമഖിലം ഹതേ തസ്മിൻ ദുരാത്മനി. അതിനുശേഷം അനന്തരം പ്രസന്നം അഖിലം, എല്ലാ ലോകവും സന്തുഷ്ടമായി. എന്തുകൊണ്ട്? ഹതേ തസ്മിൻ ദുരാത്മനി, ആ ദുരാത്മാവായിട്ടുള്ള ശുംഭനെ കൊന്നത് കണ്ട് എല്ലാം ഈ വിശ്വമൊന്നാകെ സന്തോഷിച്ചു, പ്രസന്നമായി ഭവിച്ചു. ജഗൻ സ്വാസ്ഥ്യമതീവാസീത്. ഈ ജഗത്ത് മുഴുവനും തന്നെയും സ്വാസ്ഥ്യമതീവാസീത്, സ്വസ്ഥമായി തീർന്നു. നിർമ്മലം ചാഭവൻ നഭഃ. നഭസ് എന്ന് പറഞ്ഞാൽ ആകാശം. നിർമ്മലം ച അഭവത് നഭഃ. ആകാശവും വളരെ നിർമ്മലമായി ഭവിച്ചു. ഏതൊരാകാശത്തിലേക്കാണോ ദേവിയുമായി പോയിട്ട് യുദ്ധം ചെയ്തത്, ദേവിയെ പൊക്കിയെടുത്തു കൊണ്ടുപോയി യുദ്ധം ചെയ്തത്, ആ ആകാശത്തിലും ഈ ശുംഭൻ്റെ മരണം അല്ലെങ്കിൽ പതനം ഏൽപ്പിച്ച ആ ഒരു കമ്പനങ്ങൾ ആകാശത്തിലും മാറ്റൊലിക്കൊണ്ടപ്പോൾ, ഏതൊരാകാശത്തെയാണോ തൻ്റെ സാന്നിധ്യം കൊണ്ട് കൽമഷമാക്കി തീർത്തത് ഈ ശുംഭൻ എന്ന അസുരൻ, ആ അതേ ആകാശത്തിൽ ശുംഭൻ്റെ പതനം മാറ്റൊലിക്കൊണ്ടപ്പോൾ ആകാശം പോലും നിർമ്മലമായി തീർന്നു. ഇനി അടുത്തത് 25-ാമത്തെ ശ്ലോകമാണ്. ഉത്പാദമേഘാസോൽക്കായേ പ്രാകാസംസ്ഥേ ശമം യയുഃ സരിതോ മാർഗഗാമിന്യസ്തദാ ശുംഭേ നിപാതിതേ. ഉത്പാദമേഘാ സ ഉൽക്കായേ. നമ്മൾ മുമ്പ് പറഞ്ഞു, തൊട്ടു മുൻപുള്ള ശ്ലോകത്തിൽ പറഞ്ഞു, നിർമ്മലം ച അഭവൻ നഭഃ. ആകാശം നിർമ്മലമായി ഭവിച്ചു. എന്തുകൊണ്ട്? ഉത്പാദമേഘാ സോൽക്കായേ. അത്ര നേരവും ഇവിടെ ഉൽക്ക എന്ന് പറഞ്ഞിരിക്കുന്ന ഒരു ഇടുത്തി അങ്ങനെ വഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഗോളങ്ങളായിരുന്നു, അല്ലേ? തീ ഗോളങ്ങളായിരുന്നു ആകാശത്തുകൂടി ശുംഭനും ദേവിയുമായിട്ടുള്ള യുദ്ധത്തിൽ പാഞ്ഞു നടന്നിരുന്നതെങ്കിൽ അവയെല്ലാം അവയെല്ലാം താഴെ വന്ന് പതിച്ചു. ഇടുത്തി വഹിച്ചുകൊണ്ടിരുന്ന മേഘങ്ങളും എല്ലാം പ്രാകാസംസ്ഥേ ശമം യയുഹു. ശമം എല്ലാം ഒന്ന് അടങ്ങി, അതായത് എല്ലാം ശാന്തങ്ങളായി. സരിതോ മാർഗഗാമിന്യസ്തദാ ശുംഭേ നിപാതിതേ. സരിതോ മാർഗഗാമിന്യ, ആ നദികൾ ഒഴുകിയിരുന്ന അവയുടെ ആ ഒരു സരിത്ത് എന്ന് പറഞ്ഞാൽ നദികൾ, അവരുടെ ആ മാർഗം, ആ വഴികളൊക്കെയും തഥാ ശുംഭേ നിപാതിതേ. ശുംഭൻ വീണ ആ ഒരു, നമ്മൾ പറഞ്ഞിരുന്നു, ശുംഭൻ വീണ ആ ഒരു പതനം കൊണ്ടുണ്ടായ ഇവയിലൊക്കെ ഉണ്ടായ കമ്പനങ്ങളൊക്കെ അവസാനിച്ചു. നദികളൊക്കെ ശാന്തമായി ഒഴുകുവാൻ തുടങ്ങി. ആകാശത്തുകൂടി പാഞ്ഞു നടന്നിരുന്ന തീഗോളങ്ങളും മേഘങ്ങളും ഒക്കെ, മേഘങ്ങൾക്കിടയിലൂടെ പാഞ്ഞു നടന്നിരുന്ന തീഗോളങ്ങളൊക്കെ അങ്ങനെ ഭൂമിയിൽ പതിച്ചു. എല്ലാം കഴിഞ്ഞപ്പോൾ ആകാശം വളരെ ശാന്തമായി, നദിയും ശാന്തമായി ഒഴുകുവാൻ തുടങ്ങി. എന്തുകൊണ്ട്? ഇവിടെ ശുംഭൻ്റെ പതനം കൊണ്ട് തന്നെ. തഥാ ശുംഭേ നിപാതിതേ. ആ ശുംഭൻ പതിച്ചതോടുകൂടി എല്ലാം ലോകമാകെ ശാന്തമായി സമാധാനമായി എന്ന് കാണിക്കാനാണ് ആ ഒരു ശ്ലോകത്തിൽ അത്രയും 2 ഉദാഹരണങ്ങളിലൂടെ, സരിത്തിലൂടെയും മേഘങ്ങളുടെയും അവസ്ഥകൾക്ക് വന്ന മാറ്റത്തിലൂടെ, ആകാശത്തിന് വന്ന മാറ്റത്തിലൂടെ നമുക്ക് കാണിച്ചു തരുന്നത്. ഇനി അടുത്തത് 26-ാമത്തെ ശ്ലോകമാണ്. തതോ ദേവഗണാഃ സർവേ ഹർഷനിർമ്മലമാനസാഃ ബഭൂവുർനിഹതേ തസ്മിൻ ഗന്ധർവാ ലളിതം ജഗുഃ. തതോ ദേവഗണാഃ സർവേ, എല്ലാ ദേവഗണങ്ങളും ഹർഷനിർമ്മലമാനസ, അത്യധികം
സന്തുഷ്ടചിത്തരായി തീർന്നു. അവരുടെ മനസ്സ് നിർമ്മലമായി ആ സന്തോഷം കൊണ്ട്. അത്രയും നേരവും മനസ്സ് കലുഷിതമായിരുന്നു. എന്താ, തങ്ങളുടെ ശത്രു ഇപ്പോഴും ഭൂമിയിലുണ്ട്, ദേവിയോട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുന്നതേയുള്ളൂ. ഒരിക്കൽ അത് പതിച്ചു കഴിഞ്ഞപ്പോൾ മനസ്സ് ശാന്തമായി, നിർമ്മലമായി. ബഭൂവുർ നിഹതേ തസ്മിൻ ഗന്ധർവാലളിതം ജഗു. ബഭൂവു നിഹതേ തസ്മിൻ, അങ്ങനെ ആ ശുംഭാസുരനെ നിഹതേ കൊന്നുകളഞ്ഞു കഴിഞ്ഞപ്പോൾ ഗന്ധർവാലളിതം ജഗോ, ഗന്ധർവന്മാരൊക്കെ വളരെ ലളിതമായി പാട്ടുപാടി തുടങ്ങി, ദേവിയെ സ്തുതിച്ചുകൊണ്ട് ഓരോന്ന് പാടുവാൻ തുടങ്ങി. ഇനി അടുത്തത് 27ാമത്തെ ശ്ലോകമാണ്. ഈ ഒരു അധ്യായത്തിലെ ഏറ്റവും അവസാനത്തെ ശ്ലോകം കൂടിയാണ്. വവു പുണ്യാസ്തഥാവാത സുപ്രഭോ ഭൂദിവാകര ജജ്വലുശ്ചാഗ്നയശാന്താ ശാന്ത ദിഗ്ഗജനിസ്വന. വവു പുണ്യാസ്തഥാവാത. പുണ്യ തഥാ വാതാഹ. വാദങ്ങൾ അല്ലെങ്കിൽ വായു. തഥ അനന്തരം പുണ്യ വവു, വളരെ പുണ്യമായിട്ട് എന്ന് പറഞ്ഞാൽ സുഗന്ധം നിറഞ്ഞതായിട്ട് സൗരഭ്യത്തോടുകൂടി അങ്ങനെ വീശിത്തുടങ്ങി. സുപ്രഭോഭൂദിവാകരഃ. സുപ്രഭ അഭൂതദിവാകരഃ. ആദിത്യൻ, ദിവാകരൻ എന്ന് പറഞ്ഞാൽ ആദിത്യൻ, സൂര്യഭഗവാന്. അഭൂത സുപ്രഭ, സുപ്രഭനായിട്ട് വളരെയേറെ പ്രകാശിക്കുന്നവനായിട്ട് അഭൂത കാണപ്പെട്ടു. ജജ്വലുശ്ച അഗ്നയ ശാന്താശാന്ത ദിഗ്ഗജനിസ്വന. അതായത് ജജ്വലുശ്ച അഗ്നയ ശാന്ത, പുകയും അതേപോലെ തന്നെ പൊട്ടലും ചീറ്റലും ഒന്നും ഇല്ലാതെ തന്നെ അഗ്നി എന്ത് ചെയ്തു, ശാന്തമായി ജജ്വലു, കത്തി ജ്വലിച്ചു. പിന്നെയോ ശാന്ത ദിഗ്ഗജ നിസ്വനാഹ. ദിഗ്ഗജങ്ങള് വിഷമിച്ച് കരയുന്ന ശബ്ദങ്ങളൊന്നുമില്ലാതെ അതും ശാന്തമായി സന്തുഷ്ടമായി അവരുമൊക്കെ വളരെ സന്തോഷത്തോടു കൂടി അങ്ങനെ അതായത് ഭൂമി മുഴുവൻ ശാന്തതയുടെ, സമാധാനത്തിൻ്റെ, സന്തോഷത്തിൻ്റെ, ശാന്തിയുടെയൊക്കെ അലകൾ അങ്ങനെ വെട്ടുവാൻ തുടങ്ങി. അങ്ങനെ ഈ ശാന്തിയുടെ, ആനന്ദത്തിൻ്റെ ഓളങ്ങളിൽപ്പെട്ട് വിശ്വം മുഴുവൻ അങ്ങനെ കുളിരണിഞ്ഞു നിന്നു. കുറേ നാളത്തെ സംഘർഷഭരിതമായ ഒരു അന്തരീക്ഷത്തിന് ശേഷം ദേവിയുടെ വിജയം, ശുംഭ നിശുംഭന്മാരുടെ പതനം, ഇതെല്ലാം പ്രകൃതിയും ഈ ലോകം മുഴുവൻ അങ്ങനെ ആസ്വദിക്കുകയായിരുന്നു, ആഘോഷിക്കുകയായിരുന്നു. ഇനി നമുക്ക് അമ്മയുടെ കൃപ കൊണ്ട് നമ്മൾ 10ാമത്തെ അധ്യായവും ഒന്ന് അർത്ഥവിചാരം ചെയ്ത് അമ്മയുടെ പാതാരവിന്ദങ്ങളിൽ സമർപ്പിക്കുവാനായി. ഇനി നമുക്ക് 11ാമത്തെ അധ്യായമാണ് നോക്കുവാനുള്ളത്. അത് അമ്മയെ അനുഗ്രഹിച്ചാൽ അടുത്ത സത്സംഗത്തിൽ കാണാമെന്ന് കരുതുന്നു. ഇതി ശ്രീ മാർക്കണ്ഡേയ പുരാണേ സാവർണികേ മന്വന്തരേ ദേവീ മഹാത്മ്യേ ശുംഭവധോ നാമ 10മോऽധ്യായഃ. സർവത്ര ദേവീ നാമ സങ്കീർത്തനം. ശ്രീ മഹാദേവ്യൈ നമഃ. ഓം ശ്രീ ചാമുണ്ഡായൈ നമഃ.